വരൂ നമുക്കൊരു മാച്ച് കളിച്ചാലോ? നോ താങ്ക്സ്, നിങ്ങൾ കളിച്ചോളൂ. എന്താ പേടിച്ചു പോയോ? നീ കണ്ടോ ഈ ശിവണ്ടല്ലോ ഹെലിയപ്പേലെ ദേ ഇപ്പൊ പേടിക്കാൻ തുടങ്ങി. ഹേയ്, നിങ്ങൾ എല്ലാവരും ഒന്ന് വായടച്ചേ. നിങ്ങളുടെ ഒപ്പം കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഓ വെറുതെ മോജ കടിക്കല്. ഞങ്ങളുടെ കൂടെ കളിക്കാൻ പേടിയാണെന്നൊക്കെ തുറന്നു പറഞ്ഞ പോരെ. ഒരു ചലഞ്ച് ആയാലോ? വരൂ കളിക്കാം, അല്ലെങ്കിൽ തോൽവി സംഭവിച്ചിട്ട് ഇവിടുന്ന് പോയിക്കോ. ഇവർക്ക് ശരിക്കും പാഠം പഠിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ആരാ തോറ്റ നാണം കെട്ടത്? നോക്കൂ, തോറ്റതിനുള്ള സമ്മാനം വാങ്ങിക്കൂ. വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് കൊടുത്തയച്ചോളാം. രവ, ഈ നദിയിൽ കുറച്ചു മുമ്പ് ഞാൻ ബോട്ട് കണ്ടു. അതെ, ഞാനും കണ്ടിരുന്നു. പക്ഷേ ഇപ്പൊ കാണുന്നില്ലല്ലോ. ഹലോ, ഈ മോട്ടോർ ബോട്ട് എങ്ങനെയാ വന്നത്? പക്ഷെ കുറച്ചു മുമ്പ് ഈ ബോട്ട് റോയിങ് ചെയ്താണല്ലോ എടുത്തോണ്ട് പോയത്. അത് ചിലപ്പോ വേറെ ബോട്ടാണെങ്കിലോ? അല്ലല്ല, ഈ ബോട്ട് തന്നെയാ. അവിടെ നോക്ക്, ഈഗിളുടെ ഫോട്ടോ ഉണ്ട്. ശരിയാണല്ലോ. പക്ഷേ അത് കുറച്ചു സമയം മുമ്പ് എവിടെയായിരുന്നത്? ഇപ്പൊ അത് പെട്ടെന്ന് എവിടെന്നാ വന്നത്? ചിലപ്പോ ഇത് ഏലിയൻസിന്റെ ബോട്ടായിരിക്കും. വാ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇത് ഏലിയൻസിന്റെതല്ല, ഹ്യൂമൻസിന്റെ ബോട്ടാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. അത് എന്താണെന്ന് കണ്ടുപിടിക്കണം. നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം. ഇവിടെയുള്ള പോലീസുകാരെ മുഴുവൻ അങ്ങ് പറ്റിച്ച് വെയർഹൌസിൽ നിന്ന് ദിവസേന വൈരങ്ങൾ മോഷണം പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വെയർഹൌസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? പല രാജ്യങ്ങളിൽ നിന്നും കപ്പലിൽ വൈരങ്ങൾ വരുന്നു. അവ സൂക്ഷിക്കുന്നത് ഈ വെയർഹൌസിലാണ്. പിന്നെ റോഡ് മാർഗവും നദീമാർഗവുമാണ് ഈ വൈരങ്ങൾ പല നാട്ടിലേക്ക് എത്തിക്കുന്നത്. ലഡ്ഡു സിംഗ് സാർ, ഈ മോഷണത്തിനെ പറ്റി താങ്കൾക്ക് എന്താണ് അറിയാവുന്നത്? ഒന്ന് പറഞ്ഞാലും. വിവരോ? ഞാൻ എങ്ങനെ വിവരം അറിയുന്നാണ് നിങ്ങളീ പറയണേ? ഞാൻ എന്താ കള്ളന്മാരെ കൂട്ടുകാരനാണോ? ഞാൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഞാൻ കഠിനമായ സുരക്ഷയ്ക്കുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും ഞാൻ കറണ്ട് വെച്ചിട്ടുണ്ട്. കറണ്ട് കള്ളണി കമ്പിയൊന്ന് തൊട്ടാ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പരിധിയിൽ ആരും മോഷ്ടിക്കാൻ എത്തില്ലാന്നേ. എന്റെ പേര് ലഡ്ഡു സിംഗ് എന്ന് വെറുതെ അല്ല ഫേമസ് ആയത്. ഇതാണ് പോലീസിന്റെ സുരക്ഷ. എന്നിട്ട് മോഷണം നടക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതാർക്കും അറിയില്ല. അടുത്ത വിവരം ലഭിക്കുന്നതുവരെ കാത്തിരിക്കൂ. ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെടും. നദിയിൽ ഒരു ബോട്ട് കണ്ടു. വെയർ ഹൗസിൽ ഡയമണ്ട് മോഷ്ടിച്ചിരിക്കുന്നു. ഇതിലെന്തെങ്കിലും ബന്ധം? എനിക്കെന്തോ ഇതാ ബോട്ടിൽ വന്ന ആൾക്കാർ ചെയ്ത പണിയായിരിക്കും തോന്നുന്നു. ഞാൻ കണ്ട സമയത്ത് ബോട്ട് ഈ ഭാഗത്ത് കൂടിയാണ് റോവിംഗ് ചെയ്തിട്ട് പോയത്. പക്ഷെ പെട്ടെന്ന് അത് കാണാതെ പോയി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മോട്ടോർ ബോട്ടുമായി അത് സ്പീഡായിട്ട് പോകുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അത് എവിടേക്ക് പോയി എന്നാണ്. അത് ഏലിയൻസിന്റെ ബോട്ടായിരിക്കും. അത് ഇൻവിസിബിൾ ആകുകയും ചെയ്യും. വെറുതെ പേടിക്കുന്നതൊന്ന് നിർത്ത്. ശിവ, അവിടെ നോക്ക്, എന്ത് വലിയ റോക്കാ. ചിലപ്പോ അതിന്റെ പുറകെ എന്തെങ്കിലും ഉണ്ടാവോ? നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ? യെസ്, പോയി നോക്കാം. അതിന്റെ പുറകെ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടാവും.
ബോട്ട് ഇവിടെ ആയിരിക്കും വന്നിട്ടുണ്ടാവാ. അതുകൊണ്ടാ നമുക്ക് കാണാൻ പറ്റാതായത്. അപ്പൊ ഇവിടെ വെച്ചാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. ഓഹോ, ഇതിന്റെ താഴെ ഒരു കേവ് ഉണ്ട്. വരൂ നമുക്ക് പോയി നോക്കാം. നീ അത് കണ്ടോ? അവിടെ എന്തോ കിടക്കുന്നു. ഓ, അല്ല ഈ പേപ്പേഴ്സ് ഒക്കെ എവിടുന്നാ വന്നത്? നീ അവിടെ ഏണിയുണ്ട്. എനിക്ക് പേടിയായിട്ട് വയ്യ. വാ വാ നമുക്ക് പോകാം ഇവിടുന്ന്. നിനക്ക് എപ്പോഴും പേടിയില്ലാണ്ടിരിക്കണേ. ഞാൻ നിന്റെ കൂടെ ഉള്ളവർക്ക് നീ പേടിക്കേണ്ട ആവശ്യമില്ല. എലി, എലി, എലി. ഇതെന്ത് ബാക്ക്യാർഡ് പോലെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വെയർ ഹൗസിലാണോ ഉള്ളത്? ഇവിടെ നിന്നാണ് ആ ഡയമണ്ട്സ് പോയിട്ടുള്ളത്. ഈ വഴിയിൽ കൂടിയാണ് അവര് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതായത് ഇവിടെ വന്ന് ആരോ ഡയമണ്ട്സ് കൊടുത്തിരിക്കുന്നു. അത് എടുത്തിട്ടാണ് അവര് രക്ഷപ്പെട്ടിരിക്കുന്നത്. പോ. ഓക്കെ, ഇപ്പൊ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ആ ഡയമണ്ട് ഇവിടെ നിന്നാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. വരൂ. എടോ, ഞാൻ തന്റെ കൂടെ തന്നെയല്ലേ വരുന്നത്. ഇത് ആരോ ഓടിപ്പോകുന്ന ശബ്ദമാണല്ലോ. ആരാണ്? ഓടരുത്, അവിടെ നിൽക്ക്. അവിടെ നിൽക്കാനാ വരുന്നത്. ഓടരുത്. ഓടിപ്പോയെന്നാ തോന്നുന്നേ. ഈ വിവരം നമുക്ക് ബോസിനെ അറിയിക്കാം. നമ്മളിനി എന്താ ചെയ്യാ? അത് ഏലിയൻ ഒന്നും അല്ല. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് അവരെന്താ ചെയ്യുന്നെന്ന് നോക്കാം. വരൂ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. ഓഹോ, ലഡു സിംഗ് സാറിനെ കോൾ ചെയ്തിട്ട് ലൈൻ കിട്ടുന്നില്ല. നിങ്ങൾ ഇവിടെ തന്നെ റെഡി ആയിട്ട് നിൽക്കണം. ഞാൻ ഇപ്പൊ വരാം. അവിടെ വെക്ക്. ബോസ് ഇതാ നോക്ക്, വൈരങ്ങൾ കൊണ്ടുവന്നു. ഞാൻ കൊള്ളരുതാത്തവനും കൊള്ളയടിക്കുന്നവനുമാണ്. കൊള്ളാത്തവനാ, കൊള്ളയടിക്കുന്നവനുമാ. പക്ഷേ ഒരുപാട് തിളങ്ങുന്ന കൊള്ളയടിയാ ഇത്. ബോസ്, ഇന്ന് ആ ഡ്രെയിനേജ് പൈപ്പിൽ ആരോ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയപ്പോഴേക്കും പോയി കഴിഞ്ഞു. കുറച്ച് നാളത്തേക്ക് നമ്മൾ ഈ വ്യാപാരം നിർത്തുന്നതാ നല്ലത്. എന്ത് മണ്ടത്തരമാണ് ഈ വിളിച്ചു പറയുന്നത്? കൊള്ളയടിക്കരുതോ? കൊള്ളാം. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ലഡു സിംഗ് സാറിനെ അറിയിച്ചേ പറ്റൂ. ലോക സാർ, പുറകെ പോലീസുകാർ എന്തോ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് സാർ. അതാ ആ ഭാഗത്ത്. എന്ത്? ഇവിടെ പോലീസുകാരോ? ചെന്ന് നോക്ക്. പുറത്താരെ കാണുന്നില്ലല്ലോ.
ഏയ് അവിടെ നിൽക്ക, അവനെ പിടിക്ക, എന്റെ വൈരങ്ങളൊക്കെ കൊണ്ടുപോയി. ഏയ് എന്താ ഇത്? വെരി ഗുഡ്, താങ്ക് യു ഫ്രണ്ട്സ്. വേഗം വരൂ. ഏയ് ചെല്ല്, വേഗം ചെന്ന് പിടിക്കവരെ. ലഡു സിംഗ് സർ, നിങ്ങൾ എവിടെയാണ്? ഞാൻ ഒരുപാട് സമയത്ത് നിങ്ങൾക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ വെയർ ഹൗസിലാണ്. ശരി, ഓക്കെ. ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാ. എന്താ പറഞ്ഞോ? ചെല്ല്. എന്റെ വിക്ക, ഇനി ഞാൻ എങ്ങനെ പെണ്ണ് കാണാൻ പോവും? എന്റെ വിക്ക വിക്ക വിക്ക. ലഡു സിംഗ് സർ, എന്താ? ഇതാ ബാഗ് പിടിച്ചോളൂ. ഇതിന്റെ അകത്ത് ഒരുപാട് വൈരങ്ങളുണ്ട്. വെരി ഗുഡ് ശിവ, നീ ഇപ്പൊ ചെയ്തത് വളരെ നല്ല കാര്യമാണ്. അല്ലെങ്കിലും ഇത് ഞാൻ ചെയ്യാൻ പോവുമായിരുന്നു. ക്ഷമിക്കണം ലഡു സിംഗ് സാറേ, കൊള്ളാത്തവനാ, പക്ഷെ കൊള്ളയടിക്കും. ഇതാണ് എന്റെ സ്വഭാവം. എനിക്ക് വൈരങ്ങള് കിട്ടി, നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്ക്. ഐ, അനങ്ങി പോകരുത്. പോയി കഴിഞ്ഞാ അപ്പൊ ഞാൻ വെടിവെച്ച് കൊല്ലും. ഉണ്ടയില്ലാത്ത തോക്കുമായി എങ്ങനെ നിങ്ങൾ ഷൂട്ട് ചെയ്യും ലഡു സിംഗ് സാറേ? ആ തോക്ക് കാലിയാതെ വിശ്വാസം ഇപ്പൊ കാണിച്ചു നോക്ക്. എങ്ങനെയുണ്ട് എന്റെ കളി? കൊള്ളാല്ലേ? എടാ പഞ്ചക, ഏയ്, നിക്ക്, അവനെ പിടിക്ക. അവൻ കുടുങ്ങി. വേഗം ചെല്ല്, അവനെ വേഗം പിടിച്ചുകൊണ്ടുവാ.
നിനക്ക് രക്ഷപ്പെടാനാവില്ല. അല്ല ലഡു സിംഗ് സാർ കൊള്ളാത്തവനാ, പക്ഷേ പുതിയനാ. ശിവ, എഴുന്നേൽക്ക് ശിവ. നല്ല വലിയ മീൻ കിട്ടിയാ മതിയായിരുന്നു. ഇല്ല, ഞാനൊരു കുട്ടിയോട് തോൽക്കില്ല. കുട്ടി എന്ന് വിളിക്കരുത്. എന്റെ പേര് ശിവ എന്നാണ്. മനസ്സിലായോ അങ്കിൾ? ശിവ, ലഡു സിംഗ് സർ, ഇവരെ അറസ്റ്റ് ചെയ്യൂ. മൊട്ടത്തലയ എനിക്ക് ഇനി നിനക്ക് ജയിൽ കമ്പി തുടച്ച് വൃത്തിയാക്കാം. ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഒരിക്കൽ കൂടി എനിക്ക് വലിയൊരു സഹായം തന്നെ ചെയ്തിരിക്കുന്നു. ശിവ, നീ ഇതെങ്ങനെയാണ് സാധിച്ചത്?
നിന്റെ കാര്യം വല്ലാത്തൊരു അതിശയം തന്നെ. എന്റെ സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട്